പോവേലിയ ദ്വീപ്. ബാർബേനിയൻ അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ജനത രക്ഷ നേടിയത് പോവേലിയൻ ദ്വീപിലായിരുന്നു. എന്നാൽ ജനോവൻ കപ്പലിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്നവർ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. അങ്ങനെ ജനവാസം ഇല്ലാതായ പോവേലിയ ദ്വീപിലേക്ക് പ്ലാഗ് എന്ന മഹാരോഗം ബാധിച്ച ആളുകളെയും കൊണ്ടുവരുന്ന 2 കപ്പലുകൾ പോവേലിയൻ തീരത്തേക്ക് എത്തുന്നു. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലാഗ് രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ പോവേലിയൻ ദ്വീപ് ഒരു പ്രധാന മാർഗമായി പുറം രാജ്യക്കാർ കണ്ടെത്തുന്നു. ഈ രോഗം ബാധിച്ചവരെ ദ്വീപിലേക്ക് കൊണ്ടുവിട്ടു. പകുതി ജീവനുമായി വന്നവരെല്ലാം മരിച്ചുവീണു. അങ്ങനെ മരിച്ചുവീണവരുടെ ശരീര കൂമ്പാരത്തിലേക്ക് മറ്റുള്ളവരും മരിച്ചുവീണു. അങ്ങനെ ശവശരീരങ്ങൾ കുന്നുകൂടിയ ദ്വീപിൽ മാറാ രോഗം ബാധിച്ചവരെ കൊണ്ടുവിടാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. വെനീസ് അധികൃതർ പോവേലിയൻ ദ്വീപിലെ കെട്ടിടങ്ങൾ മാനസിക ആശുപത്രിയാക്കി മാറ്റി. അവിടെയുള്ള ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി കൊല്ലുകയായിരുന്നു. ഒടുവിൽ ആ ഡോക്ടർ ആ ദ്വീപിൽ തന്നെ ആത്മഹത്യ ചെയ്തതായി പറയുന്നു. ഇതോടെ ഈ ദ്വീപിനെ പലരും പ്രേതക്കോട്ടയായി കാണാൻ തുടങ്ങി.